അത് നമ്മൾ നോക്കുന്നു ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്. ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് നോക്കാം. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ടെക്നിക്കൽ പ്രോഗ്രസ് ഇൻക്രീസസ് the marginal product of capital by more than the marginal product of labor. ഇതാ നോക്ക്, സിമ്പിളാണ്. എന്താണ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്? ദിസ് ഇംപ്ലൈസ് ദാറ്റ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് നമുക്ക് ക്യാപിറ്റൽ യൂസിങ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയാം, ലേബർ സേവിങ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്നൊക്കെ പറയും കേട്ടോ. ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസിനെ ക്യാപിറ്റൽ യൂസിങ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്നും അതുപോലെ ലേബർ സേവിങ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്നും പറയാം. നമുക്ക് അവിടെ ലേബറിനെ സേവ് ചെയ്യാൻ സാധിക്കും, ലേബറിന്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണ്. ഇതാ നോക്ക്, ദിസ് ഇംപ്ലൈസ് ദാറ്റ് ടെക്നിക്കൽ പ്രോഗ്രസ് ഇൻക്രീസസ്, സാങ്കേതിക പുരോഗതി വർദ്ധിപ്പിക്കുന്നു. എന്തിനെയാണ്? ദ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ബൈ മോർ ദാൻ ദ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. ഇപ്പം നമ്മൾ ലേബറും ക്യാപിറ്റലുമാണ് ഇൻപുട്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബറിനേക്കാൾ കൂടിയാൽ ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്. അപ്പോൾ ഒരു ടെക്നിക്കൽ പ്രോഗ്രസ്സിലൂടെ ഒരു ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാ MPK കണ്ടോ, MPK മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷൻ എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബറിനേക്കാൾ കൂടിയാൽ, അപ്പോൾ ഒരു ഇക്കോണമിയിലെ ടെക്നിക്കൽ പ്രോഗ്രസ്, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബറിനേക്കാൾ കൂടിയാൽ ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്. ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് അറിയപ്പെടുന്നു. ഇനി ടെക്നിക്കൽ പ്രോഗ്രസ് ഈസ് ക്യാപിറ്റൽ ഡീപ്പനിങ് ഓർ ക്യാപിറ്റൽ യൂസിങ്. ടെക്നിക്കൽ പ്രോഗ്രസ് എന്താകുന്നു? ക്യാപിറ്റൽ ഡീപ്പനിങ് അല്ലെങ്കിൽ ക്യാപിറ്റൽ യൂസിങ് ആകുന്നു. എപ്പോഴാണ്? if along a line on which capital labor ratio is constant. അതായത് നമ്മൾ ഇനി ഗ്രാഫിലൂടെ പറയണം, along a line which capital labor ratio is constant. ഏത് ലൈനാണ്? ഇതാ ഐസോക്ലൈൻ എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? ഐസോക്ലൈനിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് along a line, ഈ ഒരു ലൈനിൽ എങ്ങനെയുള്ള ലൈനാണിത്? on which capital labor ratio is constant. capital labor ratio എന്ന് വെച്ചാൽ K/L. ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. ക്യാപിറ്റൽ ലേബർ റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു ലൈനിൽ, ആ ലൈനാണ് ഇവിടെ ഐസോക്ലൈൻ എന്ന് പറയുന്നത്. ആ ലൈനിൽ ദ MRTS-LK എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഒരു പ്രൊഡക്ഷൻ, ഒരു ഐസോക്കോണ്ടിൽ ഐസോക്കോണ്ടിന്റെ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന എന്താണ്? MRTS ആണ്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ബിറ്റ്വീൻ ദ ഫാക്ടേഴ്സ്. ഇവിടുത്തെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലേബറും ക്യാപിറ്റലുമാണ്. അപ്പോൾ ആ MRTS-LK ഡിക്രീസസ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എന്താണ് ഇവിടെ? ഈ ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസിന്റെ ഇഫക്റ്റ് നമ്മളൊരു ഗ്രാഫിലൂടെ പ്രതിപാദിക്കുകയാണ്. അവർ പറയുന്നു ടെക്നിക്കൽ പ്രോഗ്രസ് ഈസ് ക്യാപിറ്റൽ ഡീപ്പനിങ് ഓർ ക്യാപിറ്റൽ യൂസിങ്. എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? ഇഫ് along a line on which capital labor ratio is constant. ഒരു ലൈൻ, അതാണ് ഈ ഐസോക്ലൈൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലേബർ റേഷ്യോ കോൺസ്റ്റന്റ് ആയ ഒരു ലൈനിൽ MRTS-LK ഡിക്രീസസ്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിക്രീസ് ചെയ്യുന്നു ഇൻ അബ്സല്യൂട്ട് സെൻസ്. ഏതിൽ? അബ്സല്യൂട്ട് വാല്യൂലാണ്, വിത്തൗട്ട് കൺസിഡറിങ് സൈൻ പരിഗണിക്കാതെ അബ്സല്യൂട്ട് സെൻസിൽ MRTS-LK എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്താൽ ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്. ഇതാ നോക്ക്, MRTS-LK എന്ന് പറഞ്ഞാൽ ഐസോക്കോണ്ടിന്റെ സ്ലോപ്പാണ് MRTS-LK. ഇതാ ഇവിടെ എഴുതാം MRTS-LK. നോക്ക്, MRTS ലേബർ ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഡെൽറ്റ K/L. ഇതല്ലേ ഡെൽറ്റ K/L എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ലേബർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് സം യൂണിറ്റ്സ് ക്യാപിറ്റൽ സാക്രിഫൈസ് ചെയ്യണം. അതാണ് MRTS-LK. അതായത് ഇതാ 3:1 എന്ന് പറഞ്ഞാൽ 3:1 ഇതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ 3/1 എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ലേബർ അധികമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ 3 യൂണിറ്റ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? സാക്രിഫൈസ് ചെയ്യണം. 3 യൂണിറ്റ് ക്യാപിറ്റൽ കുറച്ചുകൊണ്ട് 1 യൂണിറ്റ് ലേബർ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കണം. ഇതാണ് MRTS-LK. ഇവിടെ ക്യാപിറ്റൽ ഡീപ്പനിങ്ങിൽ എന്താണ് MRTS-LK? ഈ ലൈനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ത്രൂ ഔട്ട് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ MRTS മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ MRTS-LK എന്ത് ചെയ്യുന്നു? കുറയുന്നു. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അല്ലെങ്കിൽ ഐസോക്കോണ്ടിന്റെ സ്ലോപ്പ് എന്ത് ചെയ്ത് വരുന്നു? കുറഞ്ഞു. MRTS എന്ന് വെച്ചാൽ ഐസോക്കോണ്ടിന്റെ സ്ലോപ്പാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഐസോക്കോണ്ടിന്റെ സ്ലോപ്പാണ്. ഈ ഐസോക്കോണ്ടിന്റെ സ്ലോപ്പ് കുറഞ്ഞു വരുന്നു. ഐസോക്കോണ്ടിന്റെ സ്ലോപ്പ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഇവിടെ നോക്ക്, MRTS-LK ഡെൽറ്റ K/L ആണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു യൂണിറ്റ് ലേബർ അധികമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ആ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ പറയുന്നത് 3:1. അതായത് ഒരു യൂണിറ്റ് ലേബറിന് വേണ്ടി നമ്മൾ എത്ര? 3 യൂണിറ്റ് ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് 2:1 ആണെന്ന് വെച്ചോ. 2:1
ഇത് കുറയുന്നു. അപ്പോൾ 3:1 2:1 ആയാൽ MRTSLK എന്താണ് കുറഞ്ഞു എന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ് എൻ്റെ അർത്ഥം? ഒരു യൂണിറ്റ് ലേബറിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ എണ്ണം 2 ആണ്. അടുത്തത് വീണ്ടും കുറഞ്ഞു 1:1 ആയി. ഒരു യൂണിറ്റ് ലേബറിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന എണ്ണം 1 ആയി. അപ്പോൾ MRTS മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ആരുടെ പ്രൊഡക്ടിവിറ്റിയാണ് കൂടുന്നത്? ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റിയാണോ ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റിയാണോ കൂടുന്നത്? ഇവിടെ ഒരു യൂണിറ്റ് ലേബറിന് വേണ്ടി നമ്മൾ 3 യൂണിറ്റ് ക്യാപിറ്റൽ സാക്രിഫൈസ് ചെയ്തു. ഇവിടെ ഒരു യൂണിറ്റ് ലേബറിന് വേണ്ടി 2 യൂണിറ്റ് ക്യാപിറ്റൽ സാക്രിഫൈസ് ചെയ്തു. ഇവിടെ ഒരു യൂണിറ്റ് ലേബറിന് വേണ്ടി 1 യൂണിറ്റ് ക്യാപിറ്റൽ സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ ആരുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു? ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റിയാണ് കൂടുന്നത് അല്ലേ? നേരത്തെ 3 യൂണിറ്റ് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു, ഇപ്പോൾ 2 മതി. അതിൻ്റെ അർത്ഥം എന്താണ്? ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടി. വീണ്ടും കുറഞ്ഞ് 1:1 ആയി. അപ്പോൾ വീണ്ടും എന്താണ്? 2ൽ നിന്ന് 1 കുറഞ്ഞപ്പോൾ ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റി വീണ്ടും കൂടി ലേബറിനേക്കാൾ. അപ്പോൾ അതാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്, when marginal product of capital is greater than marginal product of labor. ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ marginal product of capital marginal product of laborനേക്കാൾ കൂടിയാൽ that situation is called capital deepening technical progress. അത് capital deepening technical progress. ഗ്രാഫിലൂടെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ MRTSLK കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഏത് ലൈനിൽ? along a line on which capital labor ratio is constant. capital labor ratio കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലൈനിൽ MRTSLK marginal rate of technical substitution between labor and capital എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും അബ്സല്യൂട്ട് സെൻസ്. കാരണം ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് ഉണ്ട്. അപ്പോൾ 3/1 -3/1 ആണ് വരുന്നത്. ഇതാ നോക്ക്, 3:1 എന്ന് വെച്ചാൽ -3/1 ആണ് വരുന്നത്. അത് കുറഞ്ഞ് -2/1 അല്ലേ? അവിടെ എന്ത് ചെയ്യുന്നു? -1/1. -3/1 എന്ന് വെച്ചാൽ -3 ആണ്. അതുപോലെ എന്താണ്? -2/1 -2 ആണ്. ഇവിടെ -1 വരും. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞ് MRTSLK കുറഞ്ഞു വരുന്നു. ഇതിനകത്ത് വലിയ സംഖ്യ ഏതാണ്? -1 അല്ലേ വലുത്? പക്ഷേ നമ്മൾ എന്താണ് ഇത് കുറഞ്ഞു വരുന്നത്? നമ്മൾ അബ്സല്യൂട്ട് സെൻസിലാണ് എടുക്കുന്നത്, എന്ന് വെച്ചാൽ വിത്തൗട്ട് സൈൻ. അങ്ങനെ നോക്കിയാൽ ഇത് പറയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ സൈൻ ഇല്ലാതെ എടുക്കുമ്പോൾ 3, 2, 1 ഇപ്പോൾ കുറഞ്ഞു വന്നില്ലേ? കുറഞ്ഞു വന്നു. അതുകൊണ്ടാണ് MRTSLK കുറഞ്ഞത് അബ്സല്യൂട്ട് സെൻസ്. ഈ മൈനസ് കൊടുത്തേക്കാൻ കാരണം ഐസോകോണ്ടിന് നെഗറ്റീവ്ലി സ്ലോപ്പ് അല്ലേ? നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ടാണ് മൈനസ് വരുന്നത്. അപ്പോൾ നമ്മൾക്കിത് ഈ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? റിയൽ ഇതിൻ്റെ വാല്യൂ എന്താണ്? -1 ആണ് ഏറ്റവും വലുത്. അപ്പോൾ അവിടെ MRTSLK കൂടുന്നതല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ അബ്സല്യൂട്ട് സെൻസിൽ പറയുന്നത് എന്ത് ചെയ്യുന്നു? MRTSLK കുറയുന്നു. അതിൻ്റെ കാര്യം പിടി കിട്ടി കാണുമല്ലോ. നെഗറ്റീവ് സ്ലോപ്പ് കൊണ്ടാണ് മൈനസ് വരുന്നത്. ആ മൈനസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയില്ല. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് ഇതാണ്. 2 പോയിന്റാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്സിൽ എന്താണ് പ്രത്യേകത? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി ഗ്രേറ്റർ ദാൻ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. മറ്റൊന്ന് അതായത് ഐസോക് ലൈനിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈനിൽ ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്സിൽ MRTSLK എന്ത് ചെയ്യും? ഡിക്രീസസ് ഇൻ അബ്സല്യൂട്ട് സെൻസ്, അല്ലെങ്കിൽ MRTSLK കുറഞ്ഞു വരുന്നു. ക്ലിയർ ആണല്ലോ? ഈ 2 പോയിന്റാണ് ഇതിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. MRTSLK is equal to marginal product of labor by marginal product of capital. ഇത് നമ്മൾ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റിൽ പറഞ്ഞത്. ഇവിടെ നോക്ക്, MRTSLK is equal to അതെന്തിന് തുല്യമായിരിക്കും? ഈ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ബൈ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ ഏതാണ് കൂടുന്നത്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. അതായത് ഡിനോമിനേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. ഡിനോമിനേറ്റർ കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വാല്യൂ MRTSLK എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ബൈ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇതിൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്സിൽ ഏതാ കൂടുന്നത്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കൂടുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നോക്ക്, ഡിനോമിനേറ്റർ അല്ലേ കൂടുന്നത്? ന്യൂമറേറ്ററേക്കാൾ ഡിനോമിനേറ്റർ ആണ് കൂടുന്നത്. ഡിനോമിനേറ്റർ കൂടിയാൽ എന്താണ് പ്രത്യേകത? അതിൻ്റെ വാല്യൂ, ഇതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. MRTSLKയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കുറഞ്ഞു വരുന്നത്. അപ്പോൾ MPK എന്ന് വെച്ചാൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലിലെ ഇവിടെ കൂടുന്നത് ക്യാപിറ്റൽ ഡീപ്പനിങ്ങിൽ. അപ്പോൾ അങ്ങനെ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബറിനേക്കാൾ MPK എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ്. ഡിനോമിനേറ്റർ കൂടിയാൽ എപ്പോഴും എൻ്റെ വാല്യൂ എന്ത് ചെയ്യും? MRTSLK കുറയും. അതാണ് എൻ്റെ ലോജിക്ക്. ഓക്കെ, ഇനി the slope of the downward shifting isocond becomes less steep along any given radius. given radius എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഓരോ പോയിന്റിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ദാ നോക്ക്, ദ സ്ലോപ്പ് ഓഫ് ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ് ഐസോകോണ്ട്. കണ്ടോ, ഐസോകോണ്ട് ഇങ്ങനെ ഡൗൺവേർഡ്. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഈ എ എന്ന് പറയുന്ന ഐസോകോണ്ട് എ ഡാഷ് എ ഡബിൾ ഡാഷ് ഇങ്ങനെ 3 ഐസോകോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. എ ഡാഷ് എ ഡബിൾ ഡാഷ്. മൂന്നിടത്തെ ഔട്ട്പുട്ട് ലെവൽ എന്താണ്? സെയിം ആണ്. മൂന്നും ഔട്ട്പുട്ട് ലെവൽ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കാം, എന്നൊരു പോയിന്റ് കൊടുക്കാം, അല്ലെങ്കിൽ E1 കൊടുക്കാം. E1 എന്ന് ഇപ്പോൾ ഇത് ടെക്നിക്കൽ പ്രോഗ്രസ്സിന് മുമ്പുള്ളൊരു പോയിന്റ് ആണ്. ഇവിടെ കണ്ടോ ഇതിൻ്റെ സ്ലോപ്പ്, ഇതാണ് MRTSLK. ഇത് കണ്ടോ സ്റ്റീപ്പാണ് എന്ന് വെച്ചാൽ അവിടെ സ്ലോപ്പ് കൂടുതലാണ്. ആ സ്ലോപ്പിനെ അറിയാനാണ് ഈ ടാൻജന്റ് വരച്ചേക്കുന്നത്. സ്ലോപ്പ് കണ്ടോ സ്റ്റീപ്പാണ്.
ഇത് കുറച്ചുകൂടി വീണ്ടും ഒരു ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായി. നമ്മൾ അടുത്ത പോയിന്റിലോട്ട് വന്നു, E2 വന്നു. അപ്പോൾ നമുക്ക് വേറെ ഐസോകോണ്ട് കിട്ടി A'. അവിടെ സെയിം ഔട്ട്പുട്ട് തന്നെയാണ്, ഔട്ട്പുട്ട് സെയിം ആണ്. പക്ഷേ വ്യത്യാസം എന്താണ്? MRTSLK കുറഞ്ഞു. MRTSLK കുറഞ്ഞപ്പോൾ കണ്ടോ, ഈ സ്ലോപ്പ് കണ്ടോ, വളരെ സ്റ്റീപ്പായിട്ട് നിന്നത് കുറച്ചുകൂടി ഫ്ലാറ്റായി, ലെസ് സ്റ്റീപ്പായി. കണ്ടോ, ലെസ് സ്റ്റീപ്പായി എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഫ്ലാറ്റായി. വീണ്ടും അടുത്ത ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായി. വീണ്ടും അടുത്ത ടെക്നിക്കൽ പ്രോഗ്രസ് E3, അടുത്ത പോയിന്റ്. അപ്പോൾ അടുത്ത ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായപ്പോൾ ഇത് ഐസോകോണ്ട് A'. ആയി. അതിന് കാരണം എന്താണ്? ഔട്ട്പുട്ട് വ്യത്യാസം വന്നിട്ടില്ല, ഔട്ട്പുട്ട് സെയിം തന്നെയാണ്. പക്ഷേ അവിടെ എന്ത് ചെയ്തു? MRTSLK വീണ്ടും കുറഞ്ഞു. MRTSLK എന്ത് ചെയ്തു? വീണ്ടും കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? കുറച്ചുകൂടി ഫ്ലാറ്റായി. എന്ന് വെച്ചാൽ എന്താണ്? ലെസ് സ്റ്റീപ്നെസ് കുറഞ്ഞു, മോർ ഫ്ലാറ്റ്, കൂടുതൽ ഫ്ലാറ്റായി, ഫ്ലാറ്ററായിട്ട് മാറി. കണ്ടോ അതിൻ്റെ സ്ലോപ്പ് വരച്ചേക്കുന്നത്? സ്ലോപ്പ് ശ്രദ്ധിച്ചേ. ക്യാപിറ്റൽ ഡീപ്പനിങ്ങിൽ എന്ത് ചെയ്യുന്നു? തുടക്കത്തിൽ ടെക്നിക്കൽ പ്രോഗ്രസിന് മുമ്പ് MRTS സ്ലോപ്പ് എന്ന് പറയുന്നത് ഐസോകോണ്ടിന്റെ ടാൻജന്റ് എന്ന് പറയുന്ന സ്ലോപ്പ് അറിയാനാണ് ഐസോകോണ്ടിന്റെ ടാൻജന്റ് വരച്ചേക്കുന്നത്. ടാൻജന്റ് എന്തായിരിക്കും? സ്റ്റീപ്പായിരിക്കും. അത് ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായി, ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായി വരുമ്പോൾ ആ സ്ലോപ്പ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. എന്ന് വെച്ചാൽ അത് ലെസ് സ്റ്റീപ്പായിട്ട് വരുന്നു, അല്ലെങ്കിൽ മോർ ഫ്ലാറ്റ് ആയിട്ട് വരുന്നു. കണ്ടോ, ഈ സ്ലോപ്പ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അതിന് കാരണം MRTSLK കുറയുന്നതാണ്. MRTSLK എന്ന് വെച്ചാൽ ഐസോകോണ്ടിന്റെ സ്ലോപ്പാണ്, അത് കുറഞ്ഞു വരുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ ഔട്ട്പുട്ട് സെയിം ആണ്, പക്ഷേ ഇത് കുറഞ്ഞു വരുന്നു. ഏത്? MRTSLK കുറയുമ്പോൾ നമുക്ക് ടെക്നിക്കലായിട്ട് പറയാൻ പറ്റും ദ സ്ലോപ്പ് ഓഫ് ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ് ഐസോകോണ്ട് ഡൗൺവേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യില്ലേ, അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, സ്ലോപ്പ് അറിയാനാണ് ഈ ടാൻജന്റ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ലോപ്പ് എന്ത് ചെയ്ത് വരുന്നു? ബിക്കംസ് ലെസ് സ്റ്റീപ്പ്. അതിൻ്റെ സ്റ്റീപ്നെസ് കുറഞ്ഞു വരുന്നു. ലെസ് സ്റ്റീപ്പ് എലോങ് എനി ഗിവൺ റേഡിയസ്. ലെസ് സ്റ്റീപ്പ് എന്ന് വെച്ചാൽ മോർ ഫ്ലാറ്റ് അല്ലേ അർത്ഥം? ലെസ് സ്റ്റീപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മോർ ഫ്ലാറ്റ്, കൂടുതൽ ഫ്ലാറ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ ക്യാപിറ്റൽ ഡീപ്പനിങ് അറിയാനുള്ളത് നോക്ക്. ഇവിടെ കണ്ടോ, ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഐസോകോണ്ടുകളുടെ വിഡ്ത്ത് എന്തായിരിക്കും? ക്യാപിറ്റൽ ഡീപ്പനിങ്ങിൽ ക്യാപിറ്റലിൻ്റെ ഭാഗത്ത്, ക്യാപിറ്റൽ Y ആക്സിലല്ലേ, ആ ഭാഗത്തിൻ്റെ വിഡ്ത്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും, വീതി കൂടുതലായിരിക്കും. എന്നാൽ ലേബറിൻ്റെ സൈഡിൽ നാരോ ആയിരിക്കും. അതിന് കാരണം എന്താണ്? വേറൊന്നുമല്ല, കാരണം ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റി, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. അതാണ് അതിൻ്റെ കാരണം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഹിയർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് when the technical progress occurs from point E1 to E3, ഇതാണ് E1. കഴിഞ്ഞ ഗ്രാഫിൽ നമ്മൾ പറഞ്ഞു E2 E3 ടെക്നിക്കൽ പ്രോഗ്രസ് ഇങ്ങനെ ഉണ്ടായി വരികയാണ്. E1 നിന്ന് E2 E3 എല്ലായിടത്തും സെയിം ഔട്ട്പുട്ട് ലെവൽ തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ MRTSLK ഡിക്രീസസ്. ഞാൻ പറഞ്ഞില്ലേ, MRTSLK എന്ത് ചെയ്യുന്നു? ഡിക്രീസസ്. ആസ് എ റിസൾട്ട് സ്ലോപ്പ് ഓഫ് ദ സക്സസീവ് ഐസോകോൺസ് ബിക്കം ഫ്ലാറ്റർ. എൻ്റെ സ്ലോപ്പ് എന്തായി മാറുന്നു? ഫ്ലാറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഹിയർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ടെക്നിക്കൽ പ്രോഗ്രസ് ഒക്കേഴ്സ് ഫ്രം E1 to E3. ഓരോ പോയിന്റിൽ നമ്മളിങ്ങനെ ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായി ഐസോക്ലൈനിൽ ഇങ്ങനെ ഇത് ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? MRTSLK കുറയുന്നു. MRTSLK കുറയുന്നു എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കുറയുന്നു എന്നാണ് എൻ്റെ അർത്ഥം. MRTSLK കൂടിയെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? സ്ലോപ്പ് കൂടിയെന്നാണ് എൻ്റെ അർത്ഥം. ഇവിടെ സ്ലോപ്പ് കുറഞ്ഞു വന്ന് കൂടുതൽ ഫ്ലാറ്റ് ആയിട്ട് മാറുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ് ദാൻ ദാറ്റ് ഓഫ് ലേബർ. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ലേബറിനേക്കാൾ കൂടുന്നു. ഇതാണ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്. ക്ലിയർ അല്ലേ? ഇനി ലേബർ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്. എന്താണ് ലേബർ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്? ഇവിടെ അതുപോലെ തന്നെയാണ് പറയുന്നത്, പക്ഷേ ഇവിടുത്തെ കണ്ടോ, ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത്. നമുക്ക് നോക്കാം. ദിസ് ഇംപ്ലൈസ് ദാറ്റ് നമ്മളിപ്പോൾ ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? ലേബർ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ്. അവിടെ എന്തായിരിക്കും? ആരുടെ മാർജിനൽ പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ? പറഞ്ഞേ. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ വിൽ ബി ഗ്രേറ്റർ ദാൻ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ക്യാപിറ്റൽ ഡീപ്പനിങ്ങിൽ MRTSLK എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. ഇവിടെ നേരെ തിരിച്ച് കൂടുന്നു. അവിടെ എന്താണ്? സ്റ്റീപ്നെസ് ആയിരുന്ന സ്ലോപ്പ് എന്ത് ചെയ്തു? ഫ്ലാറ്റായി. ഇവിടെ എന്ത് ചെയ്തു? ആ ഫ്ലാറ്റ് ആയിരുന്നത് എന്ത് ചെയ്യുന്നു? സ്റ്റീപ്പായിട്ട് വരുന്നു. ഇത്ര വ്യത്യാസമുള്ള, നേരെ ഓപ്പോസിറ്റ്. പഠിക്കാൻ എളുപ്പമാണ്. നോക്ക്. Labor deepening technical progress. This implies that technical progress increases marginal product of labor faster than the marginal product of capital. That means MPL becomes greater than MPK. The marginal product of labor എന്തായിരിക്കും? marginal product of capitalനേക്കാൾ കൂടുതലായിരിക്കും. മനസ്സിലായി കാണുമല്ലോ? This implies that technical progress increases. സാങ്കേതിക പുരോഗതി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സാങ്കേതിക പുരോഗതി വർദ്ധിപ്പിക്കുന്നു. എന്തിനെ? marginal product of laborനെ faster than the marginal product of capital. ഏതിനേക്കാൾ? marginal product of capitalനേക്കാൾ marginal product of labor വർദ്ധിക്കുന്നു. Thus the MRTSLK increases in absolute value. absolute valueലാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. MRTSLK നേരെ തിരിച്ച് marginal rate of technical substitution between labor and capital increases. That means slope increase. MRTSLK increase എന്ന് വെച്ചാൽ സ്ലോപ്പ് എന്ത് ചെയ്യുന്നു? increase. സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. നോക്കാം നമുക്ക്.
MRTSLK is equal to MPL by MPK. ഏതാ നോക്ക്, MPL by MPK. MRTS labor and capital is equal to MPL by MPK. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ബൈ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതാണ് ഇക്വേഷൻ. ഇവിടെ ഏതാ കൂടുന്നത്? ന്യൂമറേറ്റർ അല്ലേ കൂടുന്നത്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ന്യൂമറേറ്റർ കൂടിയാൽ MRTSന്റെ വാല്യൂ എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും. MRTS ഇൻക്രീസ് ചെയ്യും. അതാണ് എൻ്റെ ലോജിക്ക്. കണ്ടോ, ഇവിടെ എന്താണ്, നേരത്തെ MPK ആണ് കൂടിയത്, അപ്പോൾ എന്ത് ചെയ്ത് ഡിനോമിനേറ്റർ ആണ് കൂടിയത്, അപ്പോൾ MRTS കുറഞ്ഞു. പക്ഷേ നേരെ തിരിച്ചെന്താണ്, ഇവിടെ ന്യൂമറേറ്റർ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ന്യൂമറേറ്റർ ഇൻക്രീസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വാല്യൂ, ലെഫ്റ്റ് സൈഡിലെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ ആരാ ഉള്ളത്? MRTSLK. അത് കൂടും. അതുകൊണ്ടാണ് എൻ്റെ ലോജിക്ക് പറയുന്നത് MRTSLK ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ദ ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ് ഐസോകോണ്ട്, ഇവിടെ കണ്ടോ, ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ്, താഴോട്ടാണ് ഐസോകോണ്ട് പറയുന്നത്. ഐസോകോണ്ട് ബിക്കം സ്റ്റീപ്പർ. കണ്ടോ, MRTSLK ഇവിടെ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. E1 E2 E3. ഇത് ടെക്നിക്കൽ പ്രോഗ്രസ്. അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായി വരുമ്പോൾ ആദ്യം കണ്ടോ ഫ്ലാറ്റ് ആണ്. MRTSLK എന്ന് പറയുന്നത് എന്താണ്? ലോ ആയിരുന്നു. അത് പിന്നെ എന്ത് ചെയ്തു? സ്റ്റീപ്പായി, വീണ്ടും സ്റ്റീപ്പായി. കണ്ടോ, ഇവിടെ സ്ലോപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ടാൻജന്റ് വരച്ചിരിക്കുന്ന ടാൻജന്റാണ് ഈ സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഫ്ലാറ്റ് ആണ്. ആ ഫ്ലാറ്റ്നെസ് എന്ത് ചെയ്യുന്നു? അത് മാറി കുറച്ചുകൂടി സ്റ്റീപ്പാവുന്നു. ഇവിടെ എന്താണ്? അതിനേക്കാൾ സ്റ്റീപ്പ്. അപ്പോൾ E1 സ്റ്റീപ്നെസ് കൂടുതലാണ് E2, E2 സ്റ്റീപ്നെസ് കൂടുതലാണ് E3. എന്ന് വെച്ചാൽ MRTSLK എന്ത് ചെയ്യുന്നു? കൂടുന്നു. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഇൻക്രീസസ്. ടാൻജന്റ് സ്റ്റീപ്പ് ആവുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. സ്ലോപ്പ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ് ഐസോകോണ്ട് ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ് ആവുമ്പോൾ എന്താണ്? ഐസോകോണ്ട് ബിക്കംസ് മോർ സ്റ്റീപ്പ്, അല്ലെങ്കിൽ ഐസോകോണ്ട് സ്റ്റീപ്പർ അലോങ് എനി ഗിവൺ റേഡിയസ് ത്രൂ ദ ഒറിജിൻ. റേഡിയസ് ഉദ്ദേശിക്കുന്ന ഓരോ റേഡിയസിൽ, ഓരോ പോയിന്റിൽ ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടാകുന്ന ഓരോ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഈ ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ് ഐസോകോണ്ട് എന്ത് ചെയ്യുന്നു? സ്റ്റീപ്പറായി മാറുന്നു. കൂടുതൽ കൂടുതൽ സ്റ്റീപ്പായിട്ട് മാറുന്നു. ഇതാണ് അതിൻ്റെ കേസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു കാര്യം കൂടെ പറയണം. ഇവിടെ കണ്ടോ, നേരത്തെ എവിടുത്തെ ഭാഗത്താണ് വിട്ട് കൂടിയിരുന്നത്? ക്യാപിറ്റലിൻ്റെ ഭാഗത്താണ്. ഇവിടെ കണ്ടോ, ലേബറിൻ്റെ ഭാഗത്താണ് എന്ത് കൂടുതൽ? വിട്ട് കൂടുതൽ. കാരണം എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ അവിടെ കൂടുതലാണ്. അതാണ് അതിന് കാരണം. ക്ലിയർ അല്ലേ? അടുത്ത് നോക്ക്, ലാസ്റ്റ് വൺ, ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ്. ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് എന്താണ്? ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് എന്താണ്? ദ ടെക്നിക്കൽ പ്രോഗ്രസ് ഈസ് ന്യൂട്രൽ if it increases the marginal product of both the factors by the same percentage. മനസ്സിലായില്ലേ? ക്യാപിറ്റൽ ഡീപ്പനിങ്ങിൽ MPK is greater than MPL, ലേബർ ഡീപ്പനിങ്ങിൽ MPL greater than MPK. ഇവിടെ എന്താണ്? രണ്ടും സെയിം ആണ്. ടെക്നിക്കൽ പ്രോഗ്രസ് ഈസ് ന്യൂട്രൽ. ടെക്നിക്കൽ പ്രോഗ്രസ് ന്യൂട്രൽ എന്ന് പറയപ്പെടുന്നത് എപ്പോഴാണ്? ഇഫ് ഇറ്റ് ഇൻക്രീസസ്, ടെക്നിക്കൽ പ്രോഗ്രസ് വർദ്ധിപ്പിക്കുന്നു, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ബോത്ത് ദ ഫാക്ടേഴ്സ്, രണ്ട് ഫാക്ടേഴ്സിന്റെയും, ദാറ്റ് മീൻസ് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും മാർജിനൽ പ്രോഡക്റ്റിനെ വർദ്ധിപ്പിക്കുന്നു. എങ്ങനെ? ബൈ ദ സെയിം പെർസെൻറ്റേജ്, ഒരേ പെർസെൻറ്റേജിൽ ആര് വർദ്ധിക്കുന്നു? MPLും MPKയും വർദ്ധിക്കുന്നു. എന്ത്? ഡ്യൂ ടു ടെക്നിക്കൽ പ്രോഗ്രസ്. ഡ്യൂ ടു ടെക്നിക്കൽ പ്രോഗ്രസ്. സോ ദാറ്റ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അതുകൊണ്ട് MRTS, അതായത് അതിന്റെ സ്ലോപ്പ് എലോങ് എനി റേഡിയസ്, ഓരോ പോയിന്റിലും, ഓരോ റേഡിയസിലും, ഓരോ പോയിന്റിലും റിമെയിൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് MRTS എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. MRTS കൂടുന്നുമില്ല, കുറയുന്നതുമില്ല. അപ്പോൾ അവിടെ എന്താണ്? ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ രണ്ട് ഫാക്ടേഴ്സിന്റെയും മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, സെയിം പെർസെൻറ്റേജിലായിരിക്കും. കോൺസ്റ്റന്റ് അല്ല, സോറി, സെയിം പെർസെൻറ്റേജിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് MRTS എന്താണ്? റിമെയിൻസ് കോൺസ്റ്റന്റ്. എല്ലാ റേഡിയസിലും, ഓരോ പോയിന്റിലും, ടെക്നിക്കൽ പ്രോഗ്രസ് നടക്കുന്ന ഓരോ പോയിന്റിലും MRTS എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. സ്ലോപ്പ് കോൺസ്റ്റന്റ്. MRTS കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ സ്ലോപ്പിൽ വ്യത്യാസം ഉണ്ടെന്നാണോ? സ്ലോപ്പ് സെയിം ആയിരിക്കും. ആദ്യത്തെ ടെക്നിക്കൽ പ്രോഗ്രസിന്റെ സ്ലോപ്പ് തന്നെയായിരിക്കും രണ്ടാമതും അത് തന്നെയായിരിക്കും അടുത്ത ടെക്നിക്കൽ പ്രോഗ്രസിന്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ സ്ലോപ്പ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഐസോകോണ്ട് എന്ത് ചെയ്യുന്നു? അവിടുത്തെ പ്രത്യേകത, ഇൻ ദിസ് സിറ്റുവേഷൻ ദ ഐസോകോണ്ട് ഷിഫ്റ്റ്സ് ഡൗൺവേർഡ്സ് പാരലൽ ടു ഇറ്റ്സെൽഫ്. കണ്ടോ, ഐസോകോണ്ട് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. ടെക്നിക്കൽ പ്രോഗ്രസിന്റെ ഫലമായിട്ട് സെയിം ഔട്ട്പുട്ട്, ഓരോ ലെവലിലും സെയിം ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ പാരലൽ ഷിഫ്റ്റ് ആണ്. കണ്ടോ, പാരലൽ ഷിഫ്റ്റ് ആണ്. പാരലൽ ഷിഫ്റ്റ് ആണ് എന്ന് വെച്ചാൽ രണ്ടിടത്തെയും ഗ്യാപ്പ് സെയിം ആണ്. നേരത്തെ നമ്മൾ ക്യാപിറ്റൽ ഡീപ്പനിങ്ങിലും ലേബർ ഡീപ്പനിങ്ങിലും പറഞ്ഞപ്പോൾ എന്താണ്? ഐസോകോണ്ടുകളുടെ ഗ്യാപ്പ് സെയിം ആയിരുന്നോ? അല്ല. പക്ഷേ ഇവിടെ കണ്ടോ, ഐസോകോണ്ടുകൾ പാരലൽ ഷിഫ്റ്റ് ആണ് ഐസോകോണ്ടിൽ ഉണ്ടാകുന്നത്. ഔട്ട്പുട്ടിൽ എന്താണ്? അവിടെ ചേഞ്ചസ്, ഔട്ട്പുട്ട് സെയിം തന്നെയാണ്, പക്ഷേ അവിടെ MRTSൽ വ്യത്യാസം. എന്താ? MRTS കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എന്താണ്? ആ സ്ലോപ്പും കോൺസ്റ്റന്റ് ആണ്. സ്ലോപ്പിൽ വ്യത്യാസമില്ല. കണ്ടോ, സെയിം സ്ലോപ്പ് തന്നെയാണ്. ആദ്യത്തെ ഇവിടുത്തെ ഇതേ ടാൻജന്റ് തന്നെയാണ്, ആ സ്ലോപ്പ് തന്നെയാണ് ഇവിടെയും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്ലോപ്പ് സെയിം എന്ന് വെച്ചാൽ എന്താണ്? MRTS കോൺസ്റ്റന്റ് ആണ്. MRTS എന്തായിരിക്കും?
കോൺസ്റ്റൻ്റ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായി? അങ്ങനെ കോൺസ്റ്റൻ്റ് ആകാൻ കാരണം എന്താണ്? ഈ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബറിനും മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലും സെയിം പെർസെൻറ്റേജിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ടെക്നിക്കൽ പ്രോഗ്രസിൻ്റെ ഫലമായിട്ട് രണ്ടിലും ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? സെയിം പെർസെൻറ്റേജിലാണ്. ദാറ്റ് ഈസ് വൈ MRTS-LK ബിക്കംസ് കോൺസ്റ്റൻറ്റ്. MRTS എന്താകുന്നു? കോൺസ്റ്റൻ്റ് ആയിത്തീരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഐസോകോണ്ട് എന്താണ്? പാരലൽ ഷിഫ്റ്റ് ആണ്. ഐസോകോണ്ട് കണ്ടോ? C', ഈ രണ്ട് ഐസോകോണ്ടുകളും എന്ത് ചെയ്യുന്നു? പാരലൽ ആയിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ആണ്. ഓക്കെ, താങ്ക് യു.